ഒരു കോയിലുണ്ട്. അതിന് വളരെ ഹൈ വോൾട്ടേജാണ് വരുന്നത്. വളരെ മൈക്രോ ആംബിയസ് അല്ലെങ്കിൽ മില്ലി ആംബിയസ് മാത്രമേ ഇതിൽ കറണ്ട് ഉണ്ടാകുള്ളൂ. പക്ഷേ വോൾട്ടേജ് വളരെ ഹൈ ആണ്. ഹൈ വോൾട്ടേജിന് പ്രത്യേകത ഉണ്ട്. അതിന് ഒരു എന്ത് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ തന്നെ ജമ്പ് ചെയ്ത് പോകാൻ കഴിയും. നമ്മൾ 11 kV ഒക്കെ എടുത്തു കൂടെ പോകരുതെന്ന് പറയും. അതിന് കാരണം എന്ന് വെച്ചാൽ അത്രയും ഹെവി വോൾട്ടേജ് ആകുമ്പോൾ ജമ്പ് ചെയ്ത് പോകാൻ കഴിയും. ഇതിപ്പോൾ ഏകദേശം 40,000 kV ആ റേഞ്ചിൽ വോൾട്ടേജ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ആ കറണ്ട് വിത്തൗട്ട് ഒരു കണ്ടക്ടർ ഇങ്ങനെ ചാടാൻ കഴിയും. ടെസ്ല കോയിലുള്ള ഒരു പ്ലാസ്മ ഗ്ലോബ് എന്നാണ് പറയുക. ഓക്കെ, നടുക്കത്താണെങ്കിൽ നമുക്കൊരു ടെസ്ല കോയിൽ എന്ന് പറയാം, കാരണം ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഒരു ഇനേർട്ട് ഗ്യാസ് നടത്തുന്നത്. ഈ ഇനേർട്ട് ഗ്യാസ് കാരണമാണ് നമുക്ക് ഈ ഒരു ഇതിനെ കാണാൻ കഴിയും. ഈ ഒരു കളർ ഈ ഒരു കളറിൽ കാണാൻ പറ്റുന്ന ഇനേർട്ട് ഗ്യാസ് ഇങ്ങനെ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു കൈ കൊണ്ടുവന്നാൽ കൈ പോയിട്ട് ഒരു കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ മാക്സിമം ഇതിലുള്ള ചാർജ് പുറത്തോട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഗ്ലാസ്സിൽ വന്നത് തട്ടി നിൽക്കണം, അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ റൂട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൈ വിരൽ കൊടുത്തപ്പോൾ ആ റൂട്ടിലൂടെ ഇത് എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ എൻ്റെ പാം മൊത്തം കൊടുക്കുമ്പോൾ ഇതിന് കുറേ ഏരിയ ഉണ്ട് എസ്കേപ്പ് ആവാം. അപ്പോൾ അതെന്ത് ചെയ്യും, മൊത്തത്തിൽ കോൺസെൻട്രേറ്റ് ആയിട്ട് എൻ്റെ പാമിലൂടെ ഫുൾ ഇതാണ് കാണോ. എവിടെ നിന്നാണോ അതിന് ഏറ്റവും കൂടുതൽ കിട്ടുക അങ്ങോട്ടൊക്കെ ജമ്പ് ചെയ്തിട്ട് അത് എസ്കേപ്പ് ആയി പോകും. അതിനിപ്പോൾ ഒരു ബൾബ് വെക്കുന്നുണ്ടെങ്കിൽ ഈ ബൾബിലൂടെ അത് എസ്കേപ്പ് ആവും. അപ്പോൾ അവിടെ ഒരു ലൈറ്റ് ഫോം ആവും. അപ്പോൾ അവൻ്റെയാണ് ഏറ്റവും നല്ല കണ്ടക്ടർ. അവൻ്റെ ബൾബ് കത്തുന്നില്ല. അപ്പോൾ അതിൽ കൈ എടുക്കുകയാണെങ്കിൽ, എല്ലാവരും ഒന്ന് കൈ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടറായിട്ട് ബൾബാവും. അപ്പോൾ ബൾബിലോട്ട് എന്ത് ചെയ്യും, അത് ചാടി ബൾബ് കത്തും. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിലും കത്തും. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് ബൾബാണ്. ഇത് എങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ തന്നെ ഒരു കണക്ഷൻസും ഇല്ല. ഓക്കെ, ഒരു കണക്ഷൻസും ഇല്ല. ജസ്റ്റ് മാഗ്നറ്റിക് ലെവിറ്റേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഇതിൽ ഒരു മാഗ്നറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ ഈ ഒരു ബൾബിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. കൂടാതെ ഈ ഒരു ബേസിൻ്റെ ഉള്ളിൽ ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ട്. മെയിൻലി 4 ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ടാവും. അത് സൈമൾട്ടേനിയസ്ലി ഓൺ ഓഫ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ട് എല്ലാ സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ട് പുഷ് ചെയ്യും. അപ്പോൾ ഒരു പോയിന്റിൽ ഇത് എന്ത് ചെയ്യും, സ്റ്റഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ പോയിന്റിൽ തന്നെ നമുക്ക് ഇതിനെ വെച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, സ്റ്റഡി ആയിട്ട് നിർത്തുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഇതിങ്ങനെ ലെവിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി അല്ല, വളരെ ആ ഒരു പോയിന്റിലേ നിൽക്കുള്ളൂ. ഇനിയിപ്പോൾ അവിടെ ഒരു ടച്ച് സ്വിച്ച് ഉണ്ട്, അത് ഓൺ ആക്കുമ്പോൾ ഇവിടെ മാത്രമേ കറണ്ട് ഉള്ളൂ. പക്ഷേങ്കിൽ ഈ ലൈറ്റ് കത്തി. ഓക്കെ, ഇവിടെ നിലവിലൊരു കണക്ഷൻസും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ലൈറ്റ് കത്തിയതെന്ന് പറയാം. ഇതിനുള്ളിലൊരു കോയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വയർലെസ് ചാർജിങ് പോലെ ആ കോയിലിലോട്ട് ഞാൻ കറണ്ട് കൊടുത്തപ്പോൾ കോയിൽ മാഗ്നറ്റൈസ്ഡ് ആയി. ഓക്കെ, അപ്പോൾ അതിന് കേൾ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ആ കോയിലിന് ചുറ്റും. ഇപ്പോൾ കറണ്ട് കൊടുത്തപ്പോൾ എന്ത് കിട്ടി, നമുക്ക് റിട്ടേൺ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. അതുപോലെ തന്നെ ഇതിലൊരു കോയിലുണ്ട്. ഈ കോയിൽ കിടക്കുന്നത് അടിയത്തെ കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനാണ്. ഇതിന് കറണ്ട് കൊടുത്തപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. ഇപ്പോൾ ഈ കോയിലിന് എന്ത് ചെയ്തു, ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അപ്പോൾ റിട്ടേൺ ആയിട്ട് എന്ത് കിട്ടും, അതിൻ്റെ കറണ്ട് കിട്ടും. ആ കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ലൈറ്റ് ഇവിടെ